ഹായ്, ഇന്നത്തെ പരിപാടി ഇതാ കുറച്ച് മാങ്ങ, മൂവാണ്ടൻ മാങ്ങ നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. അപ്പം അവനെ എന്ത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇത്രയും മാങ്ങയാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കണത്. ഇനി നമുക്ക് ഈ അച്ചാറെന്നൊക്കെ പറഞ്ഞാൽ എന്തെല്ലാം തരത്തിൽ അച്ചാറിടാല്ലേ. നമ്മൾ പല രീതിയിലുണ്ട് അച്ചാറുകൾ. പിന്നെന്താ, ഈ മാങ്ങയെന്ന് തന്നെ ഞാനൊരു കുഞ്ഞി കണ്ണി മാങ്ങകളുണ്ടാവും. ഇതൊക്കെ ചെറിയ മാങ്ങ, കുറച്ചും കൂടെ ഇത് വേണമെങ്കിൽ അതിൽ പെടുത്താം. എന്നാലും കുറച്ചും കൂടെ ചെറുതാണ് നല്ലത്. അത് ഞാൻ ഒരു പാത്രത്തിലാക്കി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താക്കി മാറ്റുന്നുള്ളത് കാണാം. അച്ചാറാക്കാൻ സമയത്ത് നമുക്കത് കാണാം. അപ്പോൾ 2 ദിവസം അത് ഉപ്പിൽ കിടക്കട്ടെ. പിന്നെ അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്നത് അതിലേക്ക് ഞാൻ കൂട്ടിയിടും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 500 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്. അത് നിറഞ്ഞു കഴിയുമ്പോൾ അച്ചാറാക്കി മാറ്റാം നമുക്ക്. അപ്പോൾ ഇപ്പം തൽക്കാലം ഇവനെയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്താ ചെയ്യണമെന്ന് അറിയാമോ? ഇത് പലതരത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ഇതേമാതിരത്തെ ചെറുതൊക്കെയാണ് കേട്ടോ ഞാൻ മാറ്റണത്. എന്നാലും ഇത് എടുക്കാം നമുക്ക്. ഇപ്പോൾ തൽക്കാലം ഞാൻ നിങ്ങൾ മാറ്റിയതേ ഉള്ളൂ. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇവനെ അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് പൊളിക്കുക. അപ്പം മാങ്ങയുടെ അണ്ടിയൊന്നും ഉറച്ചിട്ടില്ലല്ലോ. അണ്ടി ഉറച്ച മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കാം. അത് വേറെ രീതി. ഇത് അച്ചാറല്ല, ഇത് വേറൊരു രീതി. എന്തെല്ലാം രീതികളിലല്ലേ. മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ, മാങ്ങാക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലേഷനൊരു ആൻറ്റി ഉണ്ട്. ആൻറ്റി പറയും ഞാൻ കുറേ ഉലുവയും കടുകും ഒക്കെ വറുത്ത് പൊടിച്ച് വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാങ്ങ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ പോലെയൊക്കെ അച്ചാറാക്കി മാറ്റാമല്ലോ. അപ്പോൾ പിന്നെ പൊടിക്കാൻ നിൽക്കണ്ടല്ലോ. അത് എങ്ങനെയുണ്ട് ഐഡിയ? ശരിയാട്ടോ. കുറച്ച് ഉലുവപ്പൊടിയും കായംപൊടിയും അതുപോലെ തന്നെ കടുകും ഒക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും, മുളക് പൊടി അതുപോലെ തന്നെ. പിന്നെ മാങ്ങാച്ചാറിൽ ചിലരൊക്കെ മഞ്ഞപ്പൊടി ഇടണം. പക്ഷെ മഞ്ഞപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞപ്പൊടി അച്ചാറിൻ്റെ രുചി, യഥാർത്ഥ രുചി കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അച്ചാറിൽ മഞ്ഞപ്പൊടി ഇടണ്ട കേട്ടോ. ഇത്രയും സാധനങ്ങൾ അച്ചാറിലേക്ക് വേണ്ടു. പിന്നെ ഉപ്പ് പ്രധാനമാണ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ അച്ചാർ കേടാവാണ്ടിരിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. എന്താ ചെയ്യണേ, അതിലേക്ക് കൊണ്ടുപോയി കുറേ അങ്ങോട്ട് ഉപ്പ് വാരിയിടും. ഉപ്പ് കൊണ്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പം പക്ഷേ കേടാവരുത്, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അപ്പം നമുക്കിപ്പോൾ അതാ ഈ മാങ്ങയൊക്കെ ഇതേമാതിരി കുരാന്നങ്ങടെ അരിഞ്ഞെടുക്കാം. എന്നിട്ടൊരു പരിപാടി ഒപ്പിക്കാം കേട്ടോ. അപ്പോൾ അച്ചാറിൽ ഉപ്പൊക്കെ വേണം, പക്ഷേ എന്നാലും ഓവറായ കൊള്ളില്ല. കുറച്ച് മുന്നിട്ടൊക്കെ നിൽക്കാം ഉപ്പ്, നമ്മുടെ കറികളുടെ പോലെ അല്ലാണ്ട്. എന്നാലും ചില അച്ചാറൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അയ്യോ അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചെടുക്കും കഴിക്കാണ്ട്. അപ്പം അതിനിട വരുത്തണ്ട. അച്ചാറൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഉപ്പിട്ടോളൂ, പക്ഷേ പാകത്തിന്, അച്ചാറിൻ്റെ പാകത്തിന്. അതായത് കറിയിലും കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ മാങ്ങയൊക്കെ വീണ് കിട്ടുന്ന സമയത്ത് മൂവാണ്ടൻ മാങ്ങയ്ക്കാണ് ഈ തൊണ്ട് കൂടി ഇട്ട് കഴിഞ്ഞാലുള്ള രുചി കിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഒരു മാങ്ങയിലും തൊണ്ടിട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് അല്ല. മൂവാണ്ടന് എത്ര മൂത്താലും പഴുത്താലും കുഞ്ഞി ഉണ്ണിമാങ്ങയായിട്ടിരുന്നാലും ആ തൊണ്ടോടുകൂടി കഴിക്കാൻ ടേസ്റ്റാണ്. പഴുത്ത മാമ്പഴമാണെങ്കിൽ പോലും നമുക്കത് തൊണ്ടേപ്പൊടി കഴിക്കാം. നല്ല ടേസ്റ്റാണ് അത്. വേറൊരു മാങ്ങിക്കും പറ്റില്ല. പിന്നെ വാങ്ങിക്കണതൊന്നും തൊണ്ടേപ്പൊടിയാലും തിന്നില്ലല്ലോ. നമുക്കറിയില്ല എങ്ങനെയൊക്കെ വന്നതെന്നൊന്നും. നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ ഒരു മാവൊക്കെ നടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പയ്യെ അങ്ങോട്ട് ഒപ്പിക്കുക. ഒട്ടുമാവും തെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് വാങ്ങിക്കാനൊന്നും നടക്കണ്ടല്ലോ അല്ലേ. നമ്മളീ പറഞ്ഞ പോലെ ഒരു കരിവേപ്പും തെയ്യ്, ഒരു പച്ചമുളകും തെയ്യ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു മാവും തെയ്യ് നടാൻ പറ്റിയാൽ നല്ലത്. ഇത്തിരി വാടിയ മാങ്ങയൊക്കെയാണ്. വാടിയിട്ടാണല്ലോ വീഴുക. കാരണം ഭയങ്കര ചൂടല്ലേ ഇന്ന്. എന്തൊരു ചൂടാ, രക്ഷയില്ല അല്ലേ. അപ്പോൾ ആ ചൂടുകൊണ്ട് ഇങ്ങനെ വാടി വീണതുകൊണ്ട് ഇതിന് ചെറിയൊരു മഞ്ഞപ്പൊക്കെ ഉണ്ട്. അപ്പം ആ വാട്ടം തട്ടി പൊള്ളിയതാണ് ഇത്. കണ്ട കാണിച്ചതേ. അപ്പോൾ ഈ ഭാഗം നമുക്ക് അങ്ങോട്ട് ചെത്തിക്കളഞ്ഞാൽ മതി. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പണ്ട് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ മാങ്ങയൊക്കെ ഇങ്ങനെ കണ്ടമാനം ഉണ്ട്. അന്നൊക്കെ ഒരുപാട് മാവുണ്ട് വീട്ടിൽ, സ്ഥലവും അതേപോലെ മാവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കടുമാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ചില സമയത്ത് പൂപ്പൽ വരും. ഇത്ര ഇട്ടത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വരുമല്ലോ. പൂപ്പലല്ല, സോറി, പുഴു വരുന്നു. അപ്പോൾ ഒരു പണിക്ക് വരുന്നൊരു ലേഡി ഉണ്ട്. അത്ര അതുങ്ങൾ പാവങ്ങളാണല്ലോ.
നമ്മളൊക്കെ ഇഷ്ടംപോലെ പാവങ്ങളുണ്ട്. അത് ഈ പണിക്കൊക്കെ വന്നിട്ടല്ലേ ജീവിക്കണേ. എന്നിട്ട് കളയാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പറയും, അയ്യോ അത് കളയണ്ടാവുമ്പോളെ, അത് ഞാൻ കൊണ്ടുപോയി കഴിച്ചോളാം, അച്ചാറുള്ള പുഴുവിനും ഒരു കുഴപ്പമില്ല, പൂപ്പലാണെങ്കിലും അതെ, അത് മാറ്റിയിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് അവർ കൊണ്ടുപോകുന്ന പറയണേ, ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകും കളയാൻ പോകണമെന്ന്. അപ്പം ഇതിപ്പോൾ എന്തായാലും പൊള്ളിയതല്ലേ, നമുക്കറിയാം ചൂട് കൊണ്ട് പൊള്ളി വീണേക്കണതാണ്. അപ്പോൾ അതിൻ്റെ വാട്ടമാണ് അതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും കളയണ്ട, നമുക്ക് എടുക്കാം. പിന്നെ ഞാനും അച്ചാറിടുമ്പോൾ ചില സമയത്ത് അശ്രദ്ധ കൊണ്ടൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെറിയ ഈ പാട പോലെ ഇങ്ങനെ മുകളിൽ വന്ന് നിൽക്കും പൂപ്പൽ. അങ്ങനെ വന്നു നിന്നാൽ ഞാനത് എടുത്ത് കളഞ്ഞിട്ട് എടുക്കും കേട്ടോ. കാരണം അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഇന്നുവരെ ഒരു ദോഷം ഉണ്ടായിട്ടില്ല. നമ്മൾക്കറിയാമല്ലോ, നമ്മളിട്ടതിൻ്റെയാണ്. അതായത് ഈ വെള്ളം കളയാണ്ട്, വെള്ളം ഒട്ടുമില്ലാണ്ടൊക്കെ വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട്. എല്ലാവർക്കും അറിയാമല്ലോ അത്. പാത്രത്തിലാണെങ്കിലും വെള്ളം പാടില്ല, മുറിക്കണ എന്താണ് കത്തിയിലാണെങ്കിലും വെള്ളം പാടില്ല, മാങ്ങയിലാണെങ്കിലും വെള്ളം പാടില്ല, ഒന്നിലും വെള്ളം തൊടാൻ പാടില്ല. അത്ര ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന പാത്രത്തിലേക്ക് വേണം നമ്മൾ അച്ചാറുകൾ, എന്ത് അച്ചാറും റെഡിയാക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പലൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ പറ്റും ചില സമയത്ത്. പക്ഷെ എന്നാലും മീരനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പൂക്കളും കറക്റ്റ് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ടാവും. ഒരു എന്താ പറയുക, ഒരു തുണി, എണ്ണ തുണി നനച്ചിട്ട പോലെ, പപ്പടം കുതിർന്നെടുക്കണ പോലെയൊക്കെ കിടപ്പുണ്ടാവും. അതങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ എടുക്കാറുണ്ടേ, കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും പറ്റിയിട്ടല്ല, എന്നാലും പറ്റി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കത് എടുക്കാം എന്നാണ് പറഞ്ഞു വന്നേ. അങ്ങനെ നമ്മളുടെ ഈ മാങ്ങയൊക്കെ നമുക്ക് അരിഞ്ഞിട്ട് നമുക്കിനിയും എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് ഈ മാങ്ങയെ കൊണ്ടുള്ളത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഇത്രയും കൂടെ വലിയ മാങ്ങകളിരിപ്പില്ലേ, അതും നമുക്ക് വേറൊരു രീതിയിൽ ചെയ്ത് വയ്ക്കാം. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് മാങ്ങ കിട്ടുന്ന സമയത്ത് ചെയ്ത് വെച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് അടിപൊളിയായിട്ട് ചോറുണ്ണുമ്പോഴും കഞ്ഞി കുടിക്കുമ്പോഴും ഒക്കെ നമ്മുടെ അച്ചാർ കൂട്ടിയിട്ട് കഴിക്കാം. ഇത് ശരിക്ക് ഈ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിന് അച്ചാറെന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ അരിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് എന്താ ചെയ്യണേന്നുള്ളത് കാണാം. അല്ലാണ്ട് ഞാൻ വെറുതെ കുറേ നീട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞിട്ട് എന്തിനല്ലേ. അപ്പം ഞാൻ അരിഞ്ഞിട്ട് വരട്ടെ. അതല്ലെങ്കിൽ ഇത്ര അരിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്കി നമുക്ക് വേറെ രീതിയിലെടുക്കാം. അപ്പം ഇതെന്താ ചെയ്യാൻ പോണെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ മാങ്ങ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗളെടുത്തത്. ഇതിലെല്ലാം ഞാൻ വയ്ക്കാം കേട്ടോ. അരിഞ്ഞതിന് നമുക്ക് ഈ ബൗളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കുറച്ച് നമുക്ക് എന്തായാലും കാണാം എന്താ ചെയ്യണേന്നുള്ളത്. എന്നിട്ട് ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്നറിയോ, താഴെ പോയിട്ടുണ്ട്, നമുക്ക് കഴുകി പിന്നെ എടുക്കാം. നമ്മുടെ പച്ചമുളക് കുട്ടിയെ എടുക്കുക. എന്നിട്ട് ഇതാ വട്ടം ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞിടുക. അപ്പോൾ മാങ്ങയുടെ അളവ് അനുസരിച്ചിട്ട് മുളക് ഇടുക, പിന്നെ നിങ്ങളുടെ മുളകിനോടുള്ള ഇഷ്ടം അനുസരിച്ചിട്ടും. പക്ഷേ കുറച്ച് മുളക് കൂടിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും വരാനില്ല. കാരണം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് അരിഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ചേർക്കണ്ടേ, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ പുളിയല്ലേ, അപ്പോൾ ഇത്തിരി ഉപ്പ് കിടന്നോട്ടെ അല്ലേ. പിന്നെ അത് മാത്രമല്ല പൂപ്പൽ വരാണ്ടിരിക്കണ്ടേ. അപ്പോൾ ഉപ്പ് കുറച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പൂപ്പൽ വരില്ല എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഓവറാവാണ്ടിരിക്കുക. ഇനി അടുത്ത് എന്താ വേണ്ടതെന്നറിയോ, നമുക്ക് നല്ല തിളച്ചാറിയ വെള്ളം. അപ്പോൾ ഈ മാങ്ങ നിങ്ങൾ കണ്ണിമാങ്ങ ഇടുവാണെങ്കിലും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി മാങ്ങയും പാത്രങ്ങളും സ്പൂണും എല്ലാം എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നല്ലൊരു എയർ ടൈറ്റായ പാത്രത്തിൽ കുപ്പിയിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞാൽ റെഡിയാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കഞ്ഞിയുടെ ഒപ്പം കോരി അങ്ങനെ ഇട്ടിട്ട് നിറച്ചിട്ടിട്ട് അങ്ങോട്ട് കോരി കുടിക്കാം. അപ്പോൾ എരിവായി, പുളിയായി, ഉപ്പായി. പിന്നെ കഞ്ഞിക്ക് വേറെ എന്ത് വേണം അല്ലേ. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല പരിപാടിയല്ലേ. അപ്പോൾ മാങ്ങയൊന്ന് വീണ് കിട്ടണമെന്ന് കളയണ്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളെ കേടാവാണ്ടൊക്കെ പൂപ്പൽ വരാണ്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴുകിയപ്പോൾ വെള്ളമൊന്നും കളയാണ്ടൊക്കെ തന്നെയാണ് ഇടണേ. പെട്ടെന്നൊക്കെ നമ്മളങ്ങനെ അരിഞ്ഞിടുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും പൂപ്പൽ വരാണ്ടിരിക്കാൻ നമ്മുടെ കയ്യിലിപ്പോൾ പുതിയ പരിപാടി ഉണ്ടല്ലോ എല്ലായിടത്തും അല്ലേ, ഫ്രിഡ്ജ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള പരിപാടി, പുതിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് ഒരു 2 ദിവസം കൊണ്ടൊന്ന് സെറ്റായി വരില്ലേ, വന്ന് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് എടുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക, അവിടെ നിന്ന് എടുത്ത് ഉപയോഗിച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പോഴും പൂപ്പൽ വരാണ്ടിരുന്നോളൂ. അപ്പം നമ്മളുടെ
കണ്ണിമാങ്ങ കൊണ്ടുള്ള ഒരു പരിപാടി റെഡി ആയില്ലേ. പിന്നെ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ? അടുത്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മുളക് അരിഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് എന്താ ചേർക്കണ്ടേ? നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ പുളിയല്ലേ, അപ്പോൾ ഇത്തിരി ഉപ്പ് കിടന്നോട്ടെ അല്ലേ. പിന്നെ അത് മാത്രമല്ല പൂപ്പൽ വരാണ്ടിരിക്കണ്ടേ. അപ്പോൾ ഉപ്പ് കുറച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പൂപ്പൽ വരില്ല എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഓവറാവാണ്ടിരിക്കുക. ഇനി അടുത്ത് എന്താ വേണ്ടതെന്നറിയോ? നമുക്ക് നല്ല തിളച്ചാറിയ വെള്ളം. അപ്പോൾ ഈ മാങ്ങ നിങ്ങൾ കണ്ണിമാങ്ങ ഇടുവാണെങ്കിലും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി മാങ്ങയും പാത്രങ്ങളും സ്പൂണും എല്ലാം എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നല്ലൊരു എയർ ടൈറ്റായ പാത്രത്തിൽ കുപ്പിയിൽ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞാൽ റെഡിയാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കഞ്ഞിയുടെ ഒപ്പം കോരി അങ്ങനെ ഇട്ടിട്ട് നിറച്ചിട്ടിട്ട് അങ്ങോട്ട് കോരി കുടിക്കാം. അപ്പോൾ എരിവായി, പുളിയായി, ഉപ്പായി. പിന്നെ കഞ്ഞിക്ക് വേറെ എന്ത് വേണം അല്ലേ? എങ്ങനെയുണ്ട് ഐഡിയ? നല്ല പരിപാടിയല്ലേ? അപ്പോൾ മാങ്ങയൊന്നും വീണ് കിട്ടണമെന്ന് കളയണ്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോളൂ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളൊക്കെ കേടാവാണ്ടൊക്കെ പൂപ്പൽ വരാണ്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കഴുകിയപ്പോൾ വെള്ളമൊന്നും കളയാണ്ടൊക്കെ തന്നെയാണ് ഇടണേ. പെട്ടെന്നൊക്കെ നമ്മളങ്ങനെ അരിഞ്ഞിടുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും പൂപ്പൽ വരാണ്ടിരിക്കാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയ പരിപാടി ഉണ്ടല്ലോ എല്ലായിടത്തും അല്ലേ, ഫ്രിഡ്ജ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ടുള്ള പരിപാടി, പുതിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് ഒരു 2 ദിവസം കൊണ്ടൊന്ന് സെറ്റായി വരില്ലേ. വന്ന് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് എടുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അവിടെ എടുത്ത് ഉപയോഗിച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പോഴും പൂപ്പൽ വരാണ്ടിരുന്നുള്ളൂ. അപ്പം നമ്മളുടെ കണ്ണിമാങ്ങ കൊണ്ടുള്ള ഒരു പരിപാടി റെഡി ആയില്ലേ. പിന്നെ ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ? അടുത്ത പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് നാളെ കാണാമല്ലേ. ഇല്ലെങ്കിൽ ലെങ്ത് ഇപ്പം തന്നെ കൂടിപ്പോയില്ലേ. അതുകൊണ്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.